കേരളത്തിലെ ജനത പോലും ഒതുങ്ങാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഉസ്താദ് ഈ കേരള പര്യടനം നടത്തും. അതിനർത്ഥം കേരളം തീർത്തും സുരക്ഷിതമാണെന്നല്ല. വർഗീയതയുടെ വിഭജനത്തിന്റെ ഒരുപാട് പരുന്തുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ റാഗിപ്പറക്കുന്നുണ്ട്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഉസ്താദിനെ പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പതാകയേന്താൻ ഇനിയും 10,000 ഈ സംസ്ഥാനത്ത് വേണമെന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റായ്പൂരിൽ ഇത് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. മാധ്യമപ്രവർത്തകരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ക്രിസ്മസ് ദിവസം ഛത്തീസ്ഗഡില് ക്രിസ്മസ് ദേവാലയങ്ങളും ക്രിസ്മസ് പാപ്പയും നക്ഷത്രങ്ങളൊക്കെ അടിച്ചു തകർക്കപ്പെട്ടു. ഏതാനും പേരെ പേരിന് റായ്പൂരിൽ ജയിലിലാണ്. അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ സംഘ് പരിവാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഘോഷയാത്ര ക്രൈസ്തവരെ ആക്രമിച്ച സ്കൂളുകളും ദേവാലയങ്ങളും തല്ലിത്തകർത്തവരെ ആഘോഷമായി സ്വീകരിച്ച് റായ്പൂരിന്റെ തെരുവീതിയിലൂടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് അവർ നീങ്ങുന്ന ഒരു ദൃശ്യം. അവർ വിളിച്ച ഒരു മുദ്രാവാക്യത്തോടൊപ്പം ഒരു കീർത്തനവും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു കീർത്തനമാണ് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. രാമനെ സ്തുതിക്കുന്ന ഒരു കീർത്തനമാണ്. പക്ഷേ ഈ കീർത്തനത്തിൽ ഒരു വരി കൂടി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ പ്രക്ഷോഭകാലത്ത് എഴുതി ചേർത്തിരുന്നു. ഈശ്വർ അല്ലാ തേരാ നാം സബ്കോ സന്മതി ദോ ഭഗവാൻ. ഈശ്വരനും അള്ളയും ഒക്കെ ഒന്നാണ്, ഏവർക്കും സദ്ബുദ്ധി കൂടി നൽകണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ആ സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ ആ ഗാനം പോലും കീർത്തനം പോലും ഇന്ന് വർഗീയവാദികൾ തങ്ങളുടെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലാളി പദ്ധതി അസ്തമിച്ചു കഴിഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടുണ്ടാകാം, ജി റാം ജി എന്ന പേരിൽ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്ന രംഗം. RSS വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിന് വിരുദ്ധമായി ഒരു മതനിരപേക്ഷ ഭരണകൂടത്തിന് വേണ്ടി മഹാത്മാഗാന്ധി നിലകൊണ്ടു എന്നൊറ്റ പേരിലാണ് സംഘ് പരിവാർ അദ്ദേഹത്തെ മുറുക്കുന്നത്. അദ്ദേഹത്തെ വധിച്ചത് തന്നെ അതിന്റെ പേരിലാണ്. മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ മഹാത്മാഗാന്ധി നൽകിയ സന്ദേശത്തേക്കാൾ വലിയ സന്ദേശം തന്റെ മരണത്തിലൂടെ നൽകി എന്നുള്ളത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരന്മാർക്ക് അറിയാത്തൊരു കാര്യം കൂടി പറയാം. താൻ വധിക്കപ്പെടുന്നതിന് 2 or 3 ദിവസം മുമ്പ് അദ്ദേഹം സന്ദർശിച്ചത് ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള മെഹ്റോളിയിലെ മെഹ്റോളി ദർഗയിലായിരുന്നു. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ആ ദർഗ ആക്രമിക്കപ്പെട്ടു. കുത്തബ്ദീൻ ബക്തിയാർ കാക്കി ദർഗ പുനർനിർമ്മിക്കാൻ വേണ്ടി 50,000 രൂപ നൽകണമെന്ന് മഹാത്മാഗാന്ധി ആ സന്ദർശനത്തിന് ശേഷം ജവഹർലാൽ നെഹ്റുവിനോട് അപേക്ഷിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ആഘോഷ തിമിർപ്പിലായിരുന്ന ഘട്ടത്തിൽ നാട്യബാധനായി കൽക്കത്തയുടെ തിരുവാറുകളിലൂടെ ഹിന്ദു
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് അദ്ദേഹം അലഞ്ഞു തിരിയുകയായിരുന്നു. ഇന്ത്യയുടെ ദുരന്തത്തിന് വഴിവെച്ച ഒരുപാട് കലാപങ്ങൾ നേരിട്ട് കണ്ട ഒരു എളിയ മാധ്യമ പ്രവർത്തകനാണ്. ഇപ്പോഴും ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്നത് 1992 ഡിസംബർ 6 500 വർഷക്കാലം ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി തലയുയർത്തി നിന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുന്ന ഒരു രംഗമാണ്. അന്ന് ബഹുമാനരായ സായിമാരെ ഞാൻ എഴുതിയ ഒരു വരിയുണ്ട്. ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ യാത്ര ചെയ്തപ്പോൾ അത് മതനിരപേക്ഷ ഭാരതത്തിന്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരിക്കുമെന്ന് ഞങ്ങളാരും നിലച്ചിരുന്നില്ലായിരുന്നു. ഇന്ത്യ ഇരുണ്ട യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇന്ന് എവിടേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്? മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടേക്കൊന്നും പോയില്ല. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലം തകർത്തവർക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നു. ആ സുപ്രീം കോടതി വിധിയെ നമ്മളെല്ലാം മാനിക്കുന്നു, കോടതിയെ നമ്മളെല്ലാം ആദരിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എഴുന്നേറ്റതെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൗരന്മാർക്ക് പ്രാണൻ നിലനിൽക്കുക എന്നുള്ളതാണ്. ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കേണ്ട ഒരു ദൗത്യവും പ്രധാനമന്ത്രിയിൽ ഭരണഘടന അനുശാസിക്കുന്നില്ല. കാശ്മീരിലും മണിപ്പൂരിലും എന്തിനേറെ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചിലൂടെ ബുൾഡോസറുകൾ കടന്നു പോകുമ്പോൾ അതിനെതിരെ ഖമാന്നൊരു വാക്കുദ്ധരിക്കാതെ ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യമല്ല എന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിക്കുന്ന രാമൻ എന്നത് യഥാർത്ഥത്തിൽ അവരുടെ രാമനല്ല എന്നും രാമൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാത്മാഗാന്ധിയുടെ രാമനാണെന്നും ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകന് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരു തന്റേടവും ആർജവും കിട്ടിയത് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ ഉഴുതു മറിച്ച മതനിരപേക്ഷതയുടെ ഈ കേരള ഭൂമിയാണെന്ന് എനിക്ക് തന്റെ അടുത്തോട് പറയാൻ കഴിയും. ഈ കേരളം എനിക്ക് നൽകിയിരിക്കുന്ന ദിശാബോധവും നിശ്ചയദാർഢ്യവുമാണ്. ഒരുപക്ഷെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും വേണ്ടി സംസാരിക്കാൻ എനിക്ക് കരുത്ത് പകരുന്നത്. ഈ ബുൾഡോസർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. റഹീം സാഹിബ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലേക്ക് എത്തിച്ചിട്ടില്ലേ ബുൾഡോസർ? ഇല്ലേ? ബാംഗ്ലൂരിലെ ഡിസംബറിന്റെ ശൈത്യത്തിൽ തുടർവേളയിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ 200 ഭവനങ്ങളെ ഉഴുതുമറിച്ചുകൊണ്ട് ബുൾഡോസർ കടന്നുപോയി. ബുൾഡോസറിന് സെക്യുലർ ബുൾഡോസർ എന്നുള്ള പേരൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാര് അങ്ങനെ ആൾക്കാരെ വിശേഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ അയൽ സംസ്ഥാനത്തേക്ക് പോലും ബുൾഡോസർ എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകേണ്ടിയിരിക്കുന്നു. ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കാന്തപുരത്ത് ഇവിടെ എത്തിയിരുന്നു, മർക്കസ്. ആ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ മർക്കസിൽ പോയി വിദ്യാർത്ഥികളുമായിട്ട് സംബോധിച്ചു 2 മണിക്കൂർ.
എനിക്ക് അത്ഭുതം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാല് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, അതിലൊരു 20-25ഓളം കാശ്മീരിൽ വന്ന കുട്ടികളുമായിട്ട് ഞാൻ സംബന്ധിച്ചു. എനിക്കറിയാം ഉസ്താദിന്റെ കാശ്മീർ യാത്രയിൽ ഭീകരവാദത്തിൽ അനാഥമാക്കപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളെ ഉസ്താദ് ചേർത്ത് നിർത്തി അവരെ വിദ്യാഭ്യാസത്തിന്റെ പടച്ചട്ടை അണിയിച്ച് സമൂഹത്തിലെ പ്രോജ്വലരായിട്ടുള്ള അണികളായി വിളക്കി ചേർത്തിട്ടുണ്ട്. അതിൽ വസീം അക്രം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സലിയിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പ് പോലും എനിക്ക് വായിക്കാൻ കഴിയും. തീവ്രവാദത്തിൽ നിന്നും, അരാജകത്തിൽ നിന്നും, ഭരണകൂട ഭീകരതയിൽ നിന്നും ഒരു യുവതലമുറയെ മോചിപ്പിക്കാൻ വേണ്ടി ഉസ്താദിനെ പോലുള്ള ആൾക്കാർ പ്രദാനം ചെയ്യുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം ശ്രേഷ്ഠമാണെന്നും ഇത് മാതൃകയാണെന്നും ആ വസീം അക്രം എന്നുള്ള ആ ചെറുപ്പക്കാരൻ എഴുതി വെച്ചു. ഒരു പൊതുപ്രവർത്തന നിലയിൽ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പോകാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആഗോള നയതന്ത്ര ദൌത്യത്തിന്റെ ഭാഗമായി കുറച്ച് എംപിമാരെ വിദേശത്തേക്ക് വിട്ടു. അന്ന് അതോടൊപ്പം ചേരാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം എനിക്കുമുണ്ടായി. ഞാൻ പോയത് ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെയുള്ള വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് സംവദിച്ചു. പാർലമെന്റേറിയന്മാർ, ജനം, അതുപോലെ തന്നെ നാനാ തുറയിലുള്ള വ്യക്തികൾ, മന്ത്രിമാർ, സാധാരണക്കാർ, അങ്ങനെ പലരും. അവരെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായിരുന്ന, ലോകത്തെ ജനാധിപത്യത്തിന്റെ പതാക ഏന്തിയ, ജീവൻ തെളിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആൾക്കാരുടെ ഇന്ത്യ എന്നുള്ള കർമ്മഭൂമി, അവിടെ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സാഹോദര്യത്തിന്റെ തലത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല? ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മതമൈത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാത്തമായ തലമാണ് എന്നവരെല്ലാം പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്ന് വിദേശകാര്യമന്ത്രിയെ കണ്ടു. വിദേശകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, എനിക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, പറയൂ. ഞങ്ങൾ 6 പേര് 7 പേര് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ കീർത്തി, സൽപ്പേര് ആഗോളതലത്തിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഇവിടെ ഒരു ബുൾഡോസർ ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ അത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നു എന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രിയായ നിങ്ങൾ തിരിച്ചറിയണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകളെ അകാരണമായി UAPA പോലുള്ള കിരാത വകുപ്പുകൾ, വ്യവസ്ഥകൾ ചുമത്തി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടച്ചപ്പോൾ ഞങ്ങൾ ഏതാനും എംപിമാരോടെ പോയി. അതിനുശേഷം തിരിച്ച് പാർലമെന്റ് വന്ന ശേഷം ഞാൻ BJP ബെഞ്ചുകളെ നോക്കി ചോദിച്ചൊരു കാര്യമുണ്ട്, മന്ത്രിമാരെ നോക്കി കാണിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ പലരും പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലാണ്. JP നഡ്ഡ, ജയശങ്കർ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, ഭരണപക്ഷത്തിരിക്കുന്ന ഈ മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും കുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളുകളിലോ ന്യൂനപക്ഷ സ്കൂളുകളിലോ ആണ്. അവരെ ആരെങ്കിലും മതപരിവർത്തനം നടത്തിയോ? ഇന്ത്യയിൽ 20 കോടിയോളം മുസ്ലിങ്ങളുണ്ട്.
ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. പക്ഷേ 20 കോടി വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ അധികാര ശ്രേണിയിൽ എന്താണ് പ്രാതിനിധ്യമെന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്ക് അവരെ ഓർമ്മപ്പെടുത്തും. ഇന്ത്യൻ ക്യാബിനറ്റ് മന്ത്രിസഭ പേരിനൊരു മുസ്ലിമിനെ പോലും ചേർക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇനി മറ്റു മേഖലകളൊക്കെ പരിശോധിക്കാം. ജുഡീഷ്യറി, ബ്യൂറോക്രസി, അങ്ങനെ ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണയന്ത്രത്തിന്റെ വ്യത്യസ്ത തലങ്ങളും പഠനങ്ങളും പരിശോധിച്ചാൽ അവിടെയൊക്കെ പ്രാതിനിധ്യം എന്നുള്ളത് എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളം എന്നുള്ള ഒരു കൊച്ചു സംസ്ഥാനമുണ്ട്. നിങ്ങൾ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരള സ്റ്റോറി പോലുള്ള സിനിമകളുമായിട്ട് സെപ്റ്റിക് ടാങ്കിലിടേണ്ട സിനിമയാണ്. സെപ്റ്റിക് ടാങ്കിൽ 33,000 പേരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കി സിറിയയിൽ അയപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സിനിമയെടുത്തപ്പോൾ ആ സിനിമയുടെ ബ്രാൻഡ് അംബാസഡറായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവതരിച്ചു എന്നുള്ള കാര്യം കൂടി മറക്കണം. നിങ്ങൾ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി എത്ര കണ്ട് ശ്രമിച്ചാലും കേരളത്തിന്റെ സാഹോദര്യവും മതമൈത്രിയും ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കും. നിങ്ങൾ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി കേക്കുമായി അരമനകൾ കേരളത്തിറങ്ങിയാലും ഞങ്ങളത് പതറില്ല എന്ന് പറയാനുള്ള എന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം നടക്കുന്ന ഇതുപോലുള്ള ആത്മീയ വര്യമാണ്. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്ക് അതീതമായി സാഹോദര്യത്തിന്റെ മാനവികതയുടെ ഒരു പ്രതലം നെയ്തെടുക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള സാമൂഹ്യ ആത്മീയ നേതാക്കളുടെ സാന്നിധ്യം നമുക്ക് ചൈതന്യം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കും. ഇവിടെ ഇനിയും ഒരുപാട് പേർ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. എല്ലാവരും എന്നെ വിളിച്ചപ്പോൾ ഞാനൊരു CPM-ന്റെ MP എന്നുള്ള ആ ഒരു ലേഖനം കൂടി കണക്കിലെടുത്തായിരിക്കില്ലേ? അങ്ങനെ ആയിരിക്കില്ലേ? ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റില് ചെറിയൊരു ന്യൂനപക്ഷമായി. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും ദളിതരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഉറച്ച ശബ്ദമായി അവസാന ശ്വാസം വരെ ഞങ്ങളെപ്പോലുള്ളവർ അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഈ മുതലക്കുളത്തെ ഈ ജനാവലിക്ക് ഞാൻ നൽകുകയാണ്. കേരളത്തിലെ സാഹോദര്യവും മതമൈത്രിയും സംരക്ഷിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള പടച്ചട്ടയായി ഇടതുപക്ഷം എന്നും നിലകൊണ്ടിട്ടുണ്ട്, ഇന്നും നിലകൊള്ളുന്നു, നാളെയും ഞങ്ങൾ നിലകൊള്ളും എന്നുള്ള കാര്യം ഇവിടെ ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു സന്ദേഹമുണ്ടെങ്കിൽ ആ സന്ദേഹം മാറ്റിവിടും. ഇതൊക്കെ നിങ്ങളെ വോട്ട് മേടിക്കാൻ വേണ്ടി ജോൺ ബ്രിട്ടാസ് പറയുന്നതാണെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളോടൊപ്പം നിലയുറപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ്. സമർപ്പിതമായ ദൗത്യമാണ്. അതാരും ഞങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ദൗത്യമല്ല. ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മളെല്ലാം ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിന്റെ നന്മയെ, കേരളം ആർജിച്ച മഹത്തരമായ ഈ പന്താവിനെ സംരക്ഷിക്കാനുള്ള ഒരു പടപ്പുറപ്പാടിലാണ് നമ്മളെല്ലാം. വിവേകാനന്ദ സ്വാമി കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ നാടിനെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയമെന്നാണ്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് സാഹോദര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കമാടമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ
ആ ദീപത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളിലും എന്നിലും നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉസ്താദിന്റെ ഈ കേരള യാത്ര എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ മഹാറാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഉസ്താദിന്റെ ദീപ്തമായിട്ടുള്ള ഈ യാത്ര കേരള സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.